ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നതാണ് ചോദ്യം. ആൻഡ് അഗസ്റ്റിൻ, ഇന്നിപ്പോൾ രണ്ടാമത്തെ കേസെടുക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്ന വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് എത്ര മൈലേജ് സമ്മാനിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ നിമിഷവും അയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രാഥമിക അംഗത്വത്തിൽ തുടരുകയാണ് ആ MLA. ഈ കോൺഗ്രസ്സിൽ ഞാൻ പണ്ട് നമ്മൾ പറയുന്നത് റിയൽ സംഘവും റീൽ സംഘവും ഉണ്ടെന്ന് പറയുമല്ലോ. ഈ റീൽ സംഘമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡൗട്ടോ കാര്യത്തിനകത്ത് വേണ്ട. കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്നറിയോ? ഇനിയും കേസ് വന്നാൽ ഇങ്ങനെ നിൽക്കും. ഉചിതമായ സമയമാകാത്തതുകൊണ്ട് നിൽക്കുകയാണ്. എന്നാണ് ഈ ഉചിതമായ സമയമാകുക? ഉചിതമായ സമയം എന്ന് പറയുന്നത് ഒരു 3-4 പരാതി കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പുറത്താക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനിയും പരാതി വരാനുണ്ട്, ഇനിയും FIRകൾ വീഴും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ട് പോകുന്നതെന്നറിയോ? കാരണം ഈ പരാതി കൊടുക്കുന്നവരും കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ക്ഷമേൻ്റെ നെല്ലിപ്പലകയിൽ ചവിട്ടി നിൽക്കും. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ്. ഇത് കോൺഗ്രസ് പാർട്ടിനെ വിശ്വസിച്ചിട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചിട്ടോ, അല്ലെങ്കിൽ റീൽ സംഘത്തെ വിശ്വസിച്ചിട്ടല്ല, കോൺഗ്രസ് പാർട്ടീനെ വിശ്വസിച്ചിട്ടാണ് ഈ പരാതി കൊടുത്തവരൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്, നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ പേര് പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് മെല്ലെ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ പല ആൾക്കാരും വന്ന് തുടങ്ങി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ ഉത്തരവാദി ഇന്നയാളാണ്, ഈ ഉത്തരവാദിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർക്ക് ഇന്ന കേസ് അറിയാമായിരുന്നു പറയുമ്പോൾ തീരും വെടിക്കെട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുവരെ അതിന് ഞാൻ വിചാരിക്കുന്നത് അറിയോ, കോൺഗ്രസ്സിൽ അതിലും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് 2 സംഘമായിരുന്നല്ലോ, ഇപ്പോൾ എത്ര സംഘമാണ് കോൺഗ്രസ്? കോഴിക്കോട് ഒരു ഭാഗത്ത്, കൊച്ചിയിൽ വരും വേറൊരു സംഘം, തിരുവനന്തപുരത്ത് വരുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് ഇവർ വേറെ സംഘം. ഇവരെല്ലാവരും അടുത്തടുത്ത് കിട്ടുന്നവരെല്ലാം ഒന്നിച്ചിരുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ എങ്ങനെ തകർക്കുക, ഇവനെ എങ്ങനെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇനി പോകുന്നത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോ അതോടുകൂടി അവസാനിച്ചേനെ. ഇന്ന് രാവിലെ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞത്? ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും ഇരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇദ്ദേഹത്തെ തള്ളിപ്പറയത്തുണ്ടോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളെ കാണിച്ചു? ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നെന്താ പറയുന്നത് അറിയോ? യൂത്ത് കോൺഗ്രസ്സിലെ വനിതാ നേതാക്കന്മാർക്കും കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്കും ഇയാൾക്കെതിരെ നിരന്തരമായി ഉപദ്രവമേറ്റിട്ടുള്ള എനിക്കറിയാം. ഞാൻ പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാരാ? ഈ നേതാക്കന്മാരാ. ഇത് ഞാൻ മുൻപ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ്. എന്നിട്ടാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നതാണ്. അത് അബിൻ വർക്കീനെ പോലെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തി കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇനി ഇവർക്ക് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? നിയമസഭാ ഇലക്ഷനിലേക്ക് ഇവർ കൊണ്ടുപോകുമോ? ഈ ഉചിതമായ സമയം എന്നാ? നിയമസഭാ ഇലക്ഷൻ കഴിച്ചിട്ടാ? എന്തുകൊണ്ടാണ് പ്രശ്നം എന്നറിയോ? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്നെ പുറത്താക്കുക, ഞാൻ കാണിച്ചു തരാം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ എന്നെ പുറത്താക്കുക, ഞാൻ കാണിച്ചു തരാമെന്ന്. അത് പുറത്താക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നെഞ്ചിടിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. ആ കൂടെയുള്ള ആൾക്കാർക്കെതിരെ വന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതുകൊണ്ടേ പറയും, ഈ റീൽ പാർട്ടി ഉണ്ടല്ലോ, ഈ റീൽ പാർട്ടി ചില്ലറയല്ല കോൺഗ്രസിനെ കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. ചെറിയ രീതിയിലൊന്നുമല്ല, വലിയ രീതിയിൽ കൊണ്ട് പെടുത്തി അതിൽ നിന്ന് ഞാൻ പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, AK ആൻ്റണി, MM ഹസൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ നിരയുണ്ടായിരുന്നല്ലോ കോൺഗ്രസ്സിന്. ആ നിരനെ ആരെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ആ റേഞ്ചിലുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ മതിയായിരുന്നു ഇന്നത്തെ ആ ഒരു ഉത്തരവാദിത്തോട്. ഇപ്പം പറയാൻ പറ്റിയ ആളാരാ? രമേശ് ചെന്നിത്തലയോട് പാലക്കാട് പറയാൻ സമ്മതിച്ചിട്ടില്ല. എന്ന് കണ്ടോ? ഒരക്ഷരം മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല രമേശ് ചെന്നിത്തലയെ കൊണ്ട്. VD സതീശനെ കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്കുന്നുണ്ടോ? ഒരക്ഷരം പറയാൻ സമ്മതിക്കുന്നില്ല. പറയാൻ സമ്മതിക്കുന്ന ആരെയാ? ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരെ കൊണ്ട് മാത്രമേ പറയാൻ സമ്മതിക്കത്തുള്ളൂ. KPCC പ്രസിഡന്റ് വന്നിട്ട് എന്താ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. KPCC പ്രസിഡന്റ് വന്നിട്ട് പറയേണ്ട എന്താണ്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇതേ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഇന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ സമയത്ത്? ഞാൻ കോൺഗ്രസ് നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷേ ഇവരിത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും ആലോചിക്കുകയാണ്. നാളെ ഇപ്പോൾ നോക്കി, വൈകുന്നേരം പുതിയ FIR വീണുന്നേ. ഇവർ തന്നെ കൊടുത്ത പരാതി പോലീസിലേക്ക് കൈമാറുമ്പോൾ അതിന് മേലെ FIR വീടുകയെന്ന് വിചാരിച്ച പൊട്ടന്മാരാണ് അവർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് ഒരു പെൺകുട്ടി പരാതി കൊടുക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചത്, ഇങ്ങനെയാണ് ചെയ്തത്, ഇതുപോലെയാണ് ഉപദ്രവിച്ചത് എന്ന് എണ്ണി പറഞ്ഞിട്ട് ആ പരാതി KPCC പ്രസിഡന്റ് അയക്കുമ്പോൾ ഈ പരാതി പോലീസിലേക്ക് എത്തൂല എന്നാണ് വിചാരിച്ചത്. ഇത് ഇങ്ങോട്ടെത്തിയില്ലെങ്കിൽ മനസ്സിലാക്കണ്ടേ? ഇവരത് പോലീസിലേക്ക് കൈമാറുമ്പോൾ ഇതിൻ്റെ FIR ഇന്നല്ലെങ്കിൽ നാളെ വീഴുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമെങ്കിലും ഇവർക്ക് വേണ്ടായിരുന്നു.
ഇന്നിപ്പോൾ എന്താ 2 പീഡന കേസിലെ പ്രതിയായില്ലേ? 2 പീഡന കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസ് 2ആണ്. ഒരു MLA കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ പ്രജ്വൽ രേവണ്ണയല്ലേ അല്ലേ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണന്റെ അവസ്ഥ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്തല്ലേ. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇനിയിപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഏത് പെൺകുട്ടികൾ പുറത്തേക്കാണ് ഈ പറയാൻ തുടങ്ങി. കോൺഗ്രസിനകത്തുനിന്ന് പുറത്തുള്ളവരല്ല. ഇതെന്താ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ സംവിധാനം ഒരു പുലബന്ധം പോലും ഇല്ലാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച് പരാതിയുടെ മേലെയാണ് വരുന്നത്. കോൺഗ്രസിനകത്ത് വരാൻ തുടങ്ങിയാണ്ടല്ലോ അവർക്കൊരു തന്നിടം കിട്ടിയാലുണ്ടല്ലോ ഇങ്ങനെ പടപടപടാന്ന് വരും. ഇത് ഇവരെ കൊണ്ട് ചാടിക്കുന്ന വലിയ കുഴിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്രിമിനൽ കൂട്ടത്തെ പുറത്താക്കാൻ കോൺഗ്രസ്, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നടപടി സ്വീകരിക്കുക. നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കൊടുക്കുന്നത്, ഈ കോൺഗ്രസ് പ്രവർത്തനം കൊടുക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ എന്നുള്ള സന്ദേശമാണോ? അങ്ങനെയാണോ സന്ദേശം? അങ്ങനെയാണോ സന്ദേശം കൊടുക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇനി നിങ്ങൾ പറയും എന്താണ് ഒരു കേസ് എന്താണ് ജയിലിൽ പിന്നെ എന്താണ് അറസ്റ്റ് ചെയ്തു പുറത്ത് തെളിയിച്ച് പുറത്ത് വരുമ്പോൾ ഇതിനൊക്കെ സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തെ ആ അവസ്ഥയിൽ എത്തിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ക്രിമിനൽ കൂടെ ഞാൻ എപ്പോഴും പറയുന്നത് അറിയോ, ഈ റീൽ സംഘത്തെ സൂക്ഷിച്ചോളൂ. ആ റീൽ സംഘം നിങ്ങളെ ഇനിയും കൊണ്ട് പ്രശ്നത്തിച്ചടിക്കും. ഈ റീൽ സംഘമാണ് നിങ്ങളുടെ എന്താണ് ബേക്കിൽ നിന്ന് ചെവിയിൽ ഓതിത്തരുന്നെങ്കിൽ ആ ഓതിത്തരുന്നത് നിങ്ങളുടെ തലയുടെ എന്താണ് പിന്നാമ്പുറത്ത് കിട്ടുന്ന അടിയായിരിക്കും. ഉമ്മറത്തല്ല, പിന്നാമ്പുറത്ത് കിട്ടുന്ന അടിയായിരിക്കും. ഓക്കെ. Meet the editors.